ജീവിക്കേണ്ടത്. റമദാൻ ഒരു വെളിപ്പാടകലെ എത്തി നിൽക്കുകയാണ്. ഇപ്പോൾ നമ്മൾ റജബിലാണ്, വരാൻ പോകുന്നത് ശഅബാനാണ്. റജബ് 27 ഒരു നോമ്പുണ്ട് എന്നാണ് ചിലർ പറയുന്നത്. മേറാജ് നോമ്പ് എന്ന് പറഞ്ഞിട്ടൊരു നോമ്പ്. ഇസ്രാവും മേറാജും ഉണ്ടായത് അള്ളാഹുവിന്റെ റസൂലിനാണ്. ആ അള്ളാഹുവിന്റെ റസൂൽ ഒരിക്കലും മേറാജ് നോമ്പ് എന്ന് പറഞ്ഞിട്ടൊരു നോമ്പ് പഠിപ്പിച്ചിട്ടില്ല. എത്രത്തോളം ഇല്ലാത്ത നോമ്പിനോട് എന്തൊരു ഇഷ്ടമാണ് പലർക്കും. 60 മാസം തുടർച്ചയായി നോമ്പെടുത്ത കൂലിയാണത്രേ ഒരു ദിവസം മേറാജ് നോമ്പെടുത്താൽ എന്നുള്ള ആശയത്തിലുള്ള കള്ള ഹദീസുകളാണ്. ആരെങ്കിലും റജബ് 27 നോമ്പെടുത്താൽ 60 മാസത്തെ നോമ്പിന്റെ പ്രതിഫലമാണെന്നൊക്കെ കള്ള ഹദീസുകൾ ഈ സമൂഹത്തിൽ പ്രചരിപ്പിക്കുന്നു. സമൂഹമേ, തിരിച്ചറിയുക. മാത്രമല്ല, ഇനി ശഅബാൻ 15 വരുന്നു. അന്നൊരു പ്രത്യേകം ബറാത്ത് നോമ്പ്, അന്നൊരു പ്രത്യേക നിസ്കാരം, മേറാജിന് പ്രത്യേക നോമ്പ്, മേറാജിന് പ്രത്യേക നിസ്കാരം. ഇതൊന്നും നബി തങ്ങൾ പഠിപ്പിച്ചിട്ടില്ല. മാത്രമല്ല, ചിലരൊക്കെ പറയുന്നുണ്ട്, ചിലരൊക്കെ ഇപ്പൊ സമൂഹത്തോട് പറയുന്നുണ്ട്, മരിച്ചുപോയവരൊക്കെ നമ്മുടെ വീട്ടിലേക്ക് കയറി വരുന്ന ദിവസമാണത്രേ റജബിലും ശഅബാനിലുമൊക്കെ. ഒരു കൊല്ലത്തില് 7ഓ 8ഓ ഒക്കെ ദിവസം നമ്മുടെ വീട്ടിൽ നിന്ന് മരിച്ചുപോയ ആളുകള് നമ്മുടെ വീട്ടിലേക്ക് ഇങ്ങനെ വരുമത്രേ. വീടിന്റെ ചുറ്റും അവരിങ്ങനെ വാതിൽക്കൽ വന്ന് നിന്നിട്ട് നമ്മളോട് ഇങ്ങനെ കരഞ്ഞു ചോദിക്കുമത്രേ, നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ഒരു ഫാത്തിഹ ഓതാത്തതെന്താ, ഒരു യാസീൻ ഓതിക്കൂടെ, ഞങ്ങൾക്ക് വേണ്ടി സദഖ ചെയ്തുകൂടെ എന്നിങ്ങനെ മരിച്ചുപോയവരുടെ റൂഹുകള് അവരുടെ വീട്ടിലേക്ക് തിരിച്ചു വരുമത്രേ. ഇത് അള്ളാന്റെ റസൂലിന്റെ പേരിൽ പച്ചക്കള്ളം ഇവിടെ പ്രചരിപ്പിക്കുന്നു.